എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ബർഗറാണ്. ബർഗർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ആ ഒരു ചിക്കൻ പാറ്റീസ് റെഡിയാക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. കൂടാതെ ഈ ഒരു ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ബർഗർ ഇതുപോലെ വീട്ടിൽ ആർക്കും റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ജ്യൂസി ആയിട്ടുള്ള ബർഗർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു വലിയ പീസ് ഒരു 5 ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലും ചെറിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6-7 എണ്ണം വരെയൊക്കെ എടുക്കാം. ഈ ഒരു ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിഡ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു 5 ബ്രെഡും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഇത് കണ്ടില്ലേ, ബ്രെഡ് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചിക്കൻ പാറ്റീസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 500 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കന്, എല്ലില്ലാത്ത ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തോർന്നിരിക്കുകയാണ്. ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്തോളൂ. ഇതുപോലെ മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5ഓളം വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാളയും വെളുത്തുള്ളിയും നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഇല്ലേ, ആ ഒരു ചിക്കൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞങ്ങ് പോവരുത്. നിർത്തി നമ്മൾ ചെറിയതായിട്ടൊന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഒരുപാടങ്ങ് അരിഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചിക്കൻ ഒന്ന് കറക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ മിക്സിയിൽ ഒരു 2-3 തവണ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ല ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അതും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കോഴിമുട്ട പൊട്ടിച്ചൂറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ മയോണൈസ് ആയിട്ടൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു മുട്ടയ്ക്ക് പകരം മയോണൈസ് ആണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പിന്നീട് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഉപ്പ് കൂടി പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ട് വളരെ കുറച്ച് മാത്രം പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 പച്ചമുളകേ ഉള്ളൂ. അത് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു 5 ബ്രെഡില്ലേ, ആ ഒരു ബ്രെഡിൻ്റെ പൊടിക്ക് ആദ്യം ഇതിലേക്ക് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണോ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്, അത്രയും നമ്മൾ ഇതിലേക്ക് ബ്രെഡിൻ്റെ ഒരു പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വീണ്ടും ഞാനൊരു 1/4 ടീസ്പൂണും കൂടി സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ബാക്കിയുള്ള ബ്രെഡിൻ്റെ പൊടിയെ മുഴുവനും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5 ബ്രെഡ് പൊടിച്ചത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒരു ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കയ്യിൽ കുറച്ച് ഇതുപോലെ ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണം. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ബ്രെഡിൻ്റെ പൊടിയും കൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 2 നുള്ളു കുരുമുളക് പൊടിയും കൊണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിലൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ മുട്ട ഇതുപോലെ നന്നായിട്ട് അടിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം.
ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ചിട്ടെടുത്തില്ലേ, അതുപോലെ ബ്രെഡ് പൊടിച്ചിട്ടെടുത്താലും മതി. ഇനി നമ്മുടെ കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല വലിയൊരു ഉരുള തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ തന്നെ ഉരുട്ടിയിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട്ലറ്റിനൊക്കെ ആക്കുന്ന പോലെ ആ ഒരു ഷേപ്പ് ആക്കി ഒന്ന് എടുക്കണം. റൗണ്ടിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വേണം നമ്മളിത് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ബർഗർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ആ ഒരു ബർഗർ ബണ്ണിന്റെ ഒരു വലിപ്പത്തിൽ തന്നെ വേണം നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഒരുപാടങ്ങ് കട്ടിങ് കൂടണ്ട, പക്ഷെ എന്നാൽ ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം. ഒരുപാടങ്ങനെ ഐസായി പോകാതെ ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് കണ്ടില്ല, നമ്മൾ ഇതുപോലെ എടുക്കുന്ന ഒരു ബണ്ണിന്റെ ഒരു കറക്റ്റ് അളവായിരിക്കണം നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളിത് ബണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഫില്ലാവുന്ന ഒരു രീതിയിൽ ഇരിക്കണമെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ തന്നെ വേണം നമ്മൾ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒരു മൈദയുടെ ഒരു പൊടിയൊന്നും ആക്കി കൊടുക്കാം. ഇതുപോലെ അതിനുശേഷം നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയിലേക്ക് ഇതിലൊന്ന് മുക്കി കൊടുക്കുക. മുട്ടേൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ വേണം നമ്മൾ മുക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടയിലൊക്കെ നമ്മൾ മുക്കുമ്പോഴത്തേക്കും പതിയെ വണ്ണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു ബ്രെഡ് ക്രംസ് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒരു ബണ്ണിൻ്റെ ഒരു വലുപ്പത്തിൽ ഇതൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ. അതിനുശേഷം ഈ ഒരു മൈദയുടെ പൊടി നന്നായിട്ട് ആക്കിയതിന് ശേഷം ഈ ഒരു മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ബ്രെഡ് ക്രംസ് നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ല, അങ്ങനെ 7 ചിക്കൻ പാറ്റീസാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇതുപോലെ നിങ്ങൾക്ക് ചിക്കൻ പാറ്റീസ് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വേണമെങ്കിൽ സൂക്ഷിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ ഇതിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇത് അരച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടണം. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്താൽ ബ്രെഡൊക്കെ ആയതുകൊണ്ട് പുറമെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മയോണൈസ് ആണ്. ഒരു 3/4 കപ്പ് അളവിൽ ഞാൻ മയോണൈസ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു മയോണൈസ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബർഗർ ബണ്ണിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമ്മൾ ഈ ഒരു ബർഗറിന് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കുന്നുണ്ട്. ആ ഒരു സോസിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3/4 കപ്പ് അളവിൽ മയോണൈസ് എടുക്കുക. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറാണ്, വെളുത്തുള്ളി പൊടി. ഈ ഒരു വെളുത്തുള്ളിയുടെ പൊടിയായിട്ടില്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചിട്ടെടുക്കുക നല്ല ഫൈനായിട്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ആ ഒരു ബർഗറിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തതാണ്. ഇത് കണ്ടില്ല, ഇതുപോലെ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ട് വെച്ച് കൊടുക്കണ്ട, ഇതുപോലെ അടർത്തിയിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ വേണ്ടത് ഈ ഒരു വലുപ്പത്തിൽ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബർഗർ ലീഫാണ്. അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ ഇതുപോലെ ഞാൻ ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ബർഗർ ബൺസ് ആണ്. കട്ട് ചെയ്യാത്ത ബർഗർ ബൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ നടുക്കുന്ന് നമ്മൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. 7 ചിക്കൻ പാറ്റീസ് ആണുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് 7 ബർഗർ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ബർഗർ റെഡിയാക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബണ്ണിൻ്റെ ഒരു അകം ഇതുപോലെ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കണ്ട.
ഇതുപോലെ നമുക്ക് ഓരോ ബണ്ണൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മുടെ ഒരു ചിക്കൻ പാറ്റീസ് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു ചെഡർ സ്ലൈസ് ചീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു ചീസ് ചെറിയതായിട്ട് ഉരുക്കി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ വെച്ച് ഈ ഒരു ബർഗർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം ഇതുപോലെ ഒരു ബർഗർ ബണ്ണിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസില്ലേ, ആ ഒരു സോസ് ഇതുപോലെ ഒരു 1-1.5 ടീസ്പൂണോളം നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു കുക്കുംബർ ഒരു 2 വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ചീസ് ഇവിടെ ചെറിയതായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചിക്കൻ പാറ്റീസും അതിൻ്റെ മുകളിലുള്ള ഒരു ചീസും കൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബർഗർ ലീവ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്ത ഒരു തക്കാളിയുടെ പീസും ഈ ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ബണ്ണിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു സോസ് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സോസിന് പകരം ഈ ഒരു മുകളിലുള്ള ബണ്ണിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്ക് പതിയെ ഇതുപോലെ അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി. ചീസ് ഇതുപോലെ കുറച്ചും കൂടി നല്ലപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ നമുക്ക് ഡബിൾ ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബർഗർ ഞാൻ ഇതുപോലെ ഈ ഒരു ഡബിൾ ചീസിലാണ് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കാണാനും നല്ല ഭംഗിയുള്ള, അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി ഇതിലൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ പാറ്റീസും നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങിക്കുന്നത് ആ ഒരു കളറിലും ആ ഒരു ടേസ്റ്റിലും തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ ബർഗർ വാങ്ങിച്ച് കഴിക്കുന്നതിന് പകരം ഇതുപോലെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.